കോപ്പറിന്റെ മാർക്കറ്റ് കൂടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് കോപ്പറിന്റെ ഡിമാൻഡ് നാച്ചുറലി കൂടും. അപ്പം ഇപ്പം ഒരു ട്രഡീഷണൽ വെഹിക്കിൾ ഉണ്ടാക്കാനായിട്ട് വേണ്ടി വരുന്ന കോപ്പർ ഒരു 5 കിലോ ആയിരുന്നുണ്ടെങ്കിൽ അതിന്റെ 3 to 5 ടൈംസ് കൂടുതൽ കോപ്പറിന്റെ ഡിമാൻഡ് ഈ പറഞ്ഞ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ കോപ്പറിന്റെ ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവാണെങ്കിൽ നാച്ചുറലി പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന കാരണം എന്തുവാ? ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയും. അപ്പൊ കോപ്പറിന്റെ വില കൂടുന്നതിന്റെ സിമ്പിൾ സൈക്കോളജി ഇത്രേ ഉള്ളൂ. കോപ്പറിന്റെ ഡിമാൻഡ് ലോകത്തെല്ലായിടത്തും കൂടുതലായതുകൊണ്ട് ഗോൾഡിനേക്കാളും സിൽവറിനേക്കാളും കൂടുതൽ പ്രൈസ് കോപ്പറിന് കൂടാൻ പറ്റും. നമ്മൾ എവിടെ പോയി കോപ്പർ മേടിച്ചുകൊണ്ട് വരും? കോപ്പർ അങ്ങനെ വാങ്ങാൻ പറ്റില്ല. കടയിൽ വിൽക്കുമായിരിക്കും, പക്ഷേ ഇത് നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വാങ്ങുമ്പോൾ ഒരു 10 കിലോ കോപ്പർ വേണമെന്ന് അടുത്ത കടയിൽ പോയി വാങ്ങാൻ പറ്റും ഇല്ലല്ലോ. ഈ കോപ്പറിന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ സ്പെസിഫിക് സെഗ്മെന്റിലുള്ള കമ്പനിയിൽ നമുക്ക് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ഗ്രോത്ത് നമുക്ക് കൂടെ കിട്ടും. അതായത് കോപ്പറിന്റെ ഗ്രോത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി